മധുരഗാനങ്ങളുടെ തേരിലേറി മലയാളിയുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് നിറം ചാലിച്ച മാപ്പിള സംഗീതം. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് ഉലയൂതി തെളിയിച്ച് കുരുന്നു പ്രതിഭകൾക്ക് കൈമാറുന്ന കുട്ടിപ്പാട്ട് റുമാൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബേബി വിറ്റ കുട്ടിപ്പാട്ട് റുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. സെമി ഫൈനൽ മത്സരവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വിധികർത്താക്കളെ. സജ്ല സലീം, ഫിറോസ് ബാബു ആൻഡ് ഷബ്നം റിയാസ്. കുട്ടിപ്പാട്ട് റുമാലിൽ താളം ഒരുക്കാൻ നമ്മുടെ കമറിക്കയും സംഘവും റെഡിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ടീം ഓർക്കസ്ട്ര. കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ കുട്ടി കുട്ടി. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നിത്യഹരിത ഗാനം റൗണ്ടിൽ അർഷിദ് കമാൽ. അർഷിദ്, ഇപ്പം സെമി ഫൈനലിൽ കഴിഞ്ഞ പെർഫോമൻസിൽ എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു, ഗസല് പാടി. ഇപ്പം നിത്യഹരിത ഗാനം റൗണ്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? അടിപൊളിയായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും തകർത്ത് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുൻപുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുൻപുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്
ജീവിത കളകളം പാടി നെഞ്ചകമഞ്ചമിതിൽ നീ മലർക്കൊടിയെ ഞാനിന്നും പുഴയരികിൽ പോയെന്നും മറന്നുവരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയെ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നുവരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. അർഷിദ് കമാൽ, ഇതാ എന്ത് തോന്നി പാടി കഴിഞ്ഞപ്പോ? കുഴപ്പമില്ലാതെ പാടി. എല്ലാരും എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ആരെ കുറിച്ചാ പാടിയത് ഇത്? ഷനത്താനെ കുറിച്ച്. ആഹാ, അപ്പൊ ഈ പറഞ്ഞൊക്കെ എന്നെ കുറിച്ചാണ്. എന്തൊക്കെയാ പറഞ്ഞേ? ഞാനെപ്പോഴാ പുഴക്കടവിൽ വെച്ച് നീ എപ്പോഴെന്നെ കണ്ടേ? പണ്ട്. ബാക്കിയൊന്നും പറയണ്ട, കമന്റ്സ് ചോദിക്കാം. ഫിറസ്ക. അർഷിത് ഇക്ക മോൻ നന്നായിട്ട് തന്നെ പാടി. നല്ല ഈസി എന്ന് തോന്നും കേട്ടാൽ ഈ പാട്ട് അല്ലേ. മോനത് പാടിയപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ചെറിയ 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 സംഗതികൾ ഒരുപാടുണ്ട് ഈ പാട്ടിൻ്റെ ഉള്ളിൽ പാടാൻ. അത് മോനിങ്ങനെ പാടി വന്നു. എനിക്ക് ആ സൗന്ദര്യം കവിളിണയിൽ കുളിരണിയും അതെങ്ങനെയാണ് പാടിയത്? ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എനിക്കറിയാം. അത് എൻ്റെ സ്വന്തം ഒരു ട്രിക്കാണ് ഞാൻ അവിടെ പ്രയോഗിച്ചത് എന്ന ചിരിയാണത്. ഒന്ന് പാടിയത് പൊന്നഴകേ, അത് പാടൂ. പൊന്നഴകേ വാ നിന്നുടെ കവിളിണയിൽ. കവിളിണയിൽ അത് നീ മ്യൂസിക് കൊടുത്താണോ ആ ഭാഗം? ഏകദേശം ഇതുപോലെയാണ്. അവിടെ ഒരു സംഗതി ഉണ്ട് അല്ലേ, അവിടെ ഒരു സംഗതി ഉണ്ട്. ആ സംഗതി അങ്ങോട്ട് മാറ്റിയിട്ട് സ്വന്തം ഒരു ശൈലി പാടിയതാണ് അവിടെ. പക്ഷേ അത് രസമുണ്ട് മോനെ കേൾക്കാൻ. ആ ഭാഗം കേൾക്കാൻ രസമുണ്ട് കേട്ടോ. മോനെ എങ്ങനെയായാലും അവിടെ ഒരു നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. പിന്നെ പാടി ഇങ്ങനെ വന്നു. പാടി നെഞ്ചക മഞ്ചമതിൽ എന്നൊരു ഭാഗമില്ലേ, അവിടെ എന്താ സംഭവിച്ചത്? കുറഞ്ഞൊരു ശ്രുതി പ്രശ്നം അല്ലേ. ശ്രുതിയിൽ നിന്നൊന്ന്. അപ്പം മോൻ്റെ മുഖത്തത് കണ്ടു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് അല്ലേ. പിന്നെ ഒരു മിസ്സിങ് വന്നു ഒരു സ്ഥലത്ത്. എന്താ പറ്റിയത്? പണ്ട് മിസ്സിങ്ങിൻ്റെ ഒരാളാണ്, ഇപ്പോൾ കുറേ ആയിട്ട് അതൊന്നും വരാറില്ല. എന്താ പറ്റിയത്? AC അടിച്ചിട്ട് ഡ്രൈ ആയിപ്പോയി തൊണ്ടയല്ലേ. ബാക്കി പാട്ടൊക്കെ നന്നായി പാടി. താങ്ക് യു. ഈ പാട്ടിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ട് പാടി കേട്ടോ. ശരിക്കും ഉൾക്കൊണ്ട് പാടി. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആ പറഞ്ഞ ഒരുപാട് പ്ലാനുകളൊക്കെ ഒന്ന് മാറ്റി സ്വന്തമായൊരു സംഗതിയൊക്കെ ഇട്ട് പാടിയെങ്കിലും അത് പാട്ടിനെ മോശമാക്കിയില്ല മോനെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജ്ലത. അർഷിത് ഇതാ എന്താ അർഷിത്, ഈ പാട്ട് എന്നെ ഒന്ന് നോക്കി പാടാൻ പറ്റില്ലേ? ഷാനനെ നോക്കി പാടി. ഷാനക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ആണോ? അല്ല. ഷാനന്റെ അടുത്ത് മാർക്കൊന്നും കിട്ടാനില്ല കേട്ടോ. ഇല്ല. ഇവിടെ ഞാനിരിക്കാണ്. ഷാന, ഷബ്നം. ആരെ നോക്കി പാടും നീ? സജിലത്താനെ. ആണോ? ശബനത്തെ കമന്റ് ചെയ്യുമ്പോ ഞാൻ നീ നല്ല കുട്ടിയാ, എനിക്കറിയാം. എല്ലാ തോണിയിലും കാല് വെക്കും. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. കുഴപ്പമില്ല. എന്തായാലും ഈ പാട്ട് ഷാനക്ക് തന്നെ ഇരിക്കട്ടെ. ഷാന പാവം, ആരും ഷാനയെ നോക്കി പാടിയിട്ടില്ല ഇതുവരെ അല്ലേ ഷാന? അർഷിദ് എന്നും എന്നെ നോക്കി പാടാൻ ആണ്. അത് ഇരിക്കട്ടെ അല്ലേ അർഷിത്? എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ല. ടഫ് റൗണ്ടൊക്കെ കഴിഞ്ഞു. ഇത് എന്താ പറയുക, എവർഗ്രീൻ ഹിറ്റ് സോങ് റൗണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഹിറ്റായിട്ടുള്ള നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഈ റൗണ്ടിൽ സെലക്ട് ചെയ്യാം. അപ്പം ഈ പാട്ട് പാടിയിട്ട് എന്താണ്, നന്നായി തോന്നിയോ? പക്ഷെ എനിക്ക് കുറച്ച് മിസ്സിങ് ഒക്കെ തോന്നി അർഷിത്. എപ്പോഴും പാടുന്ന ഒരു അർഷിതിനെ എന്തായാലും ഈ ഒരു റൗണ്ടിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം വലിയ ഒരു ഫേമസ് സോങ് ആണ്. പീർക്കാട് എല്ലാ കുഞ്ഞു മക്കൾക്ക് കൂടി അറിയുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് പാടുമ്പോഴേ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും എല്ലാ കുട്ടികളിൽ നിന്നും, ആര് പാടുകയാണെങ്കിലും. അപ്പം അർഷിതിൻ്റെ സ്റ്റൈലിൽ പാടി കുറേ സ്ഥലങ്ങൾ. അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അനുപല്ലവിയിലും ചരണത്തിലും ഒക്കെ മോൻ്റെ സ്റ്റൈലിൽ പാടിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എല്ലാവർക്കും, നമ്മൾ ജഡ്ജസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ലാൻഡിങ് നോട്ട്സൊക്കെ മോന് കുറച്ചൊന്ന് വോളിയം കുറച്ചിട്ട് എൻഡ് ചെയ്യൂ കേട്ടോ. അത് ഒരേ ലെവലിലാണ് പാടി നിർത്തുന്നത്. കുറച്ച് വോളിയം കുറച്ചിട്ട് നിർത്തുക. എന്തായാലും നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. ഷബ്നത്ത. അർഷിത് നന്നായിട്ട് പാടി. താങ്ക് യു. മോനെ ഇതിനകത്ത് സോങ് നന്നായിട്ട് തന്നെയാണ് പാടിയത്. എനിക്ക് ഒരു നീ അവളുടെ എന്നെടുക്കുന്ന പോർഷനില്ലേ, അതെന്താണ് അവിടെ സംഭവിക്കുന്നത്? പല്ലവിയിൽ ഒരു ബിറ്റ്
ആ കറക്റ്റ് പോർഷനിൽ എന്തോ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ബ്രീത്ത് എടുത്ത് അവളുടെ എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ എന്തിനാണ് ഈ സലൈവ ഇങ്ങനെ ഇറക്കുന്നത്? അങ്ങനെ ചെയ്യരുത്. കാര്യം നമുക്ക് ശ്വാസം എടുക്കാം, ഇങ്ങനെ ശ്വാസം എടുക്കാം, അല്ലാണ്ട് അത് നമ്മൾ ഇത് ഉള്ളിലേക്ക് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും ആ ടൈമിൽ ഉള്ളിൽ നമുക്ക് വിഴുങ്ങാൻ പറ്റില്ല, ആ ഗ്യാപ്പ് അങ്ങ് പോകും. അതാണ് അവിടെ അത്രയും ആ സ്ട്രെയിൻ വന്നത്. അവളുടെ എല്ലാ പോർഷൻസുമാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെയായിരുന്നു. അതാണ് ലാസ്റ്റ് പല്ലവിയിൽ വന്നിട്ട് പെണ്ണിനെ കണ്ട് എന്നുള്ളത് വിട്ടുപോയി അല്ലേ. ബാക്കിയെല്ലാം നന്നായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മോഡുലേഷൻസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് പാടിയത്. ഇനിയും മോൻ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നിത്ത. അർഷിത്, അപ്പം സെമി ഫൈനൽസിൻ്റെ കണ്ടോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇനിവേ മാർക്സ് ചോദിക്കാം. സജ്ലത്ത. അർഷിത്തിന് ഞാൻ 27.5. 27.5 on 30. ഫിറോസ്ക. 37.5. 37.5 on 40. ഷബ്നിത്ത. 27.5. 27.5 again on 30. അർഷിത് കമാലിന്റെ നിത്യഹരിത ഗാനം റൗണ്ടിൽ 92.5 on 100 ആണ് ടോട്ടൽ മാർക്സ്. ഇവയെ റിഹ വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ഗസൽ റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു ഹാഷിം. ഹാഷിം, എന്തോ ഗസൽ റൗണ്ടിൽ നല്ല കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? കുഴപ്പമില്ലാണ്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പം എന്തായാലും നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൂടുകല്ലിനാൽ മേൽക്കൂര മണിവിളക്കെരിയാത്ത മൺകൂര. മൂടുകല്ലിനാൽ മേൽക്കൂര മണിവിളക്കെരിയാത്ത മൺകൂര. ആറടി മണ്ണിൽ പണിതൊരുക്കി എൻ്റെ ബന്ധുമിത്രാദികൾ ചേർന്നൊരുക്കി. മൂടുകല്ലിനാൽ മേൽക്കൂര മണിവിളക്കെരിയാത്ത മൺകൂര.
നിർവചിക്കാൻ കഴിയില്ല, കഴിവില്ല ഒരു മാത്ര പോലും. ചേതനയറ്റ ഞാൻ നിസാരനാ. നിസ ഗരി സനി ദ പമ പഗ മ പമ ഗരി ഗ സ. മൂടുകല്ലിനാൽ മേൽക്കൂര, മണിവിളക്കെരിയാത്ത മൺകൂര. മൂടുകല്ലിനാൽ മേൽക്കൂര, മണിവിളക്കെരിയാത്ത മൺകൂര. തുറക്കൻ്റെ ബാപ്പ എന്നുച്ചത്തിൽ കരൾ പൊട്ടിക്കരയുന്നു പൊന്നുമോനും. കണ്ണ് തുറക്കൻ്റെ ബാപ്പ എന്നുച്ചത്തിൽ കരൾ പൊട്ടിക്കരയുന്നു പൊന്നുമോനും. കൈവിട്ടതെന്നെ സഖി. കഴിയുന്നില്ലൊട്ടുമേ കണ്ണീരൊപ്പുവാൻ. ചേതനയറ്റ ഞാൻ നിസാരനാ. സാ നിസ ഗരി സനി ദ പമ പഗ മ പമ ഗരി ഗ സ. മൂടുകല്ലിനാൽ മേൽക്കൂര, മണിവിളക്കെരിയാത്ത മൺകൂര. മൂടുകല്ലിനാൽ മേൽക്കൂര, മണിവിളക്കെരിയാത്ത മൺകൂര. തുണിയിൽ പൊതിഞ്ഞുകൊണ്ടെന്നെ മയ്യത്ത് മഞ്ചലിൽ ഏറ്റുകയായി. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടെന്നെ മയ്യത്ത് മഞ്ചലിൽ ഏറ്റുകയായി. മടക്കമില്ലിനിയൊട്ടും തപസ്സിലാണിനിയെന്നും മനസ്സിലാ ഭീകര ഇരുൾ നിറയെ. കഴിയുന്നില്ലൊട്ടുമേ ഒന്നുരിയാടുവാൻ, ഒരു സ്തുതി പോലും ഒഴിഞ്ഞിടുവാൻ. സാ നിസ ഗരി സനി ദ പമ പഗ മ പമ ഗരി ഗ സ. മൂടുകല്ലിനാൽ മേൽക്കൂര, മണിവിളക്കെരിയാത്ത മൺകൂര. മൂടുകല്ലിനാൽ മേൽക്കൂര, മണിവിളക്കെരിയാത്ത മൺകൂര. 6 അടി മണ്ണിൽ പണിതൊരുക്കി എൻ്റെ ബന്ധുമിത്രാദികൾ ചേർന്നൊരുക്കി. മൂടുകല്ലിനാൽ
ഊരാ മണിവിളക്കെരിയാത്ത മൺകൂരാ ഹാഷിം, മരണത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് പാടിയത്. എല്ലാവരും സീരിയസ് മൂഡിലാണ്. കമൻസ് ചോദിക്കാം. സജ്ലത്ത. ഹാഷിം, ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്. ഹാഷിം ഷെരീഫ്ക്കാണല്ലേ പാടിയത്? ഓക്കെ. ഹാഷിം, ഞാൻ അത്ര ഹാപ്പി അല്ല ഹാഷിമിൻ്റെ ഇന്നത്തെ സിംഗിങ്ങിൽ. ഹാഷിമിൽ നിന്നും ഞാൻ കുറേ പ്രതീക്ഷിച്ചു, പക്ഷെ അത്ര ഉയർന്നില്ല. ഹാഷിം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബ്രീത്ത് കറക്റ്റായിട്ട് കിട്ടിയില്ല. എന്തെങ്കിലും ഹെൽത്തിന് പ്രശ്നമുണ്ടോ? ഹെൽത്തിന് തൊണ്ടയ്ക്ക് ഇത് ഒരു അടപ്പുണ്ടോ? ഇന്ന് ഹാഷിം ആ പാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഹാഷിം കുറേ പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഹാഷിം പല്ലവി, ഞാൻ പറയുന്നു, പല്ലവിയിൽ പല പ്ലാൻസും എക്സലൻ്റ് ആയിട്ട് പാടി ഹാഷിം. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും പല്ലവിയിൽ ചില സംഗതികളൊക്കെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അത്രക്കും പെർഫെക്റ്റ് ആയിരുന്നു പല്ലവിയിലെ ചില സംഗതികൾ. പക്ഷേ അനുപല്ലവിയും ചരണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്ലാൻസിന് സംഗതികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഫീൽ വൈസ് നോക്കുകയാണെങ്കിലും അത്ര ഫീൽ ഈ ഒരു പാട്ടിൽ മോൻ്റെ ഇന്നത്തെ സിംഗിങ്ങിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സംഗതികളൊക്കെ കുറേ മിസ്സിങ് ആണ്. ഫസ്റ്റ് വിരുദ്ധം ഹമ്മിങ് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരം ഷിവറിങ് ആയിരുന്നു, ടോട്ടലി ഭയങ്കരം ഷിവറിങ്. മോനക്ക് ആ ഒരു കൺട്രോളിൽ നിൽക്കാൻ പറ്റുന്നില്ല ടോട്ടൽ സോങ് നോക്കുകയാണെങ്കിൽ. എന്താണ് പറ്റിയതെന്ന് അറിയില്ല, ഹെൽത്തിൻ്റെ പ്രശ്നമാണോ, വോയിസിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നില്ല ഹാഷിം. അത്ര തൃപ്തി എനിക്ക് ഈ ഒരു സിംഗിങ്ങിൽ ഇല്ല. കാരണം എടുത്തു പറയുകയാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു തരേണ്ടി വരും. പിന്നെ സ്വരങ്ങളൊക്കെ എന്തോ ഒരു മാച്ച് ആവാത്ത പോലെ, എന്തോ ഒരു മിസ്സിങ് ഉണ്ട് ഹാഷിം. എനിക്ക് എത്ര കുറച്ച് പ്രശ്നങ്ങൾ തോന്നി. എന്നാലും കുഴപ്പമില്ല, ചില സംഗതികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നന്നായി പാടിയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഹാഷിം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത്ത. ഫിറോസ്ക. ഹാഷിം, ഇത്ര ഗൗരവമുള്ള കമൻ്റ് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എൻ്റെ കാരണം മനസ്സിലായോ? സെമി ഫൈനലായതുകൊണ്ട് കേട്ടോ. മോൻ ഒരു വളരെ പ്രയാസമുള്ളൊരു റൂട്ടാണ് എടുത്തത്. എൻ്റെ മനസ്സിലേക്ക് കുറേ പാട്ടുകൾ വരുന്നത് മോൻ ഈ പാടിയ റൂട്ടിൽ കാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം മംഗമാരും മല്ലാക്ഷിമാരും ഇടം വലം തിരിഞ്ഞൊരു നടനത്തിൻ ചുവടു വെച്ചു പുതിരളം തുള്ളുന്ന കാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം. പിന്നെ സ്വാഗതം ഓതുമീ മലർമേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും പെൺകിളി സ്വാഗതം. ഈ റൂട്ടൊക്കെ എൻ്റെ മനസ്സിൽ വന്നത്. മോൻ അത്ര ടഫ് റൂട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പല പ്ലേസ്മെൻറ്റും സ്വരങ്ങൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെറിച്ചാ പാടിയത്. എന്നാലും മോൻ ഇത്ര ടഫായൊരു പാട്ടെടുത്തിട്ട് മനോഹരമായിട്ട് തന്നെ പാടിയെന്ന് ഞാൻ ഇൻവെർട്ടഡ് കോമയിലിട്ട് പറയുന്നു കേട്ടോ. സെമി ഫൈനലായതുകൊണ്ട് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് കണ്ടറിയണമല്ലോ. നോക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നത്ത. സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ എക്സലൻ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് മോൻ പാടിയില്ല എന്നല്ല പറയുന്നത്. എക്സലൻ്റ് എന്നൊരു കമൻറ്റ് പറയാൻ പറ്റുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. മോൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. മോൻ്റെ ഇന്നത്തെ സോങ്ങിൽ എനിക്ക് തോന്നിയ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ തോന്നിയ പ്രശ്നമാണ് ഹമ്മിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഹമ്മിങ് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്, അകാരം മോൻ തുടങ്ങി സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് മോന് സ്റ്റേബിൾ ആവുന്നില്ല. മോൻ അങ്ങനെ പോവാണ്. ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നിങ്ങൾ ഒരു നോട്ടിൽ സസ്റ്റെയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ളത്. കാര്യം ആ ഒരു നോട്ടിൽ സസ്റ്റെയിൻ ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹോൾ സോങ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവും. അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണത്. ആ ഒരു നോട്ട് സസ്റ്റെയിനിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. കാര്യം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു വലിയ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു, നിങ്ങളുടെ പ്രൊഫഷൻ ഇതാക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ച കുട്ടികളാണ്.
അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതൊക്കെ ചെയ്യണം. മോനും ഉദ്ദേശിച്ച് മാത്രം പറയല്ല, മോൻ സെമി ഫൈനൽ ആയതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. കേട്ടോ മോനെ, വേറെ പ്രശ്നമൊന്നുമില്ല, മോൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. അശ്വം കുഴപ്പമില്ലാത്ത കമൻസ് ആണ്, മാർക്സ് നോക്കാം. ഷബ്നത്ത 27.5. 27.5 on 30. ഫിറോസ് ഖാൻ ആഷിമിന് 37. 37 on 40. സജ്ലത്ത 27. 27 on 30. ഹാഷിമിന്റെ ഗസൽ റൗണ്ടിൽ 91.5 on 100 ആണ് ടോട്ടൽ മാർക്സ്. ദിഹ വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ഖവാലിയുടെ സദസ്സിൽ ഇശൽ മഴ പെയ്യിക്കാൻ നമ്മുടെ ഫാത്തിമ കുട്ടി റെഡിയാണ്. ഫാത്തിമ, എന്ത് തോന്നുന്നു ഖവാലിന്റെ ഈ സദസ്സിലിരിക്കുമ്പോൾ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദർബാറിൽ ഇരിക്കുന്നത് അല്ലേ? വലിയ പാലസിലൊക്കെയാണ് ഇങ്ങനെ ദർബാർ ഉണ്ടാവുക. അപ്പൊ നോക്ക്, ഇപ്പൊ അവിടെ ഒരു പ്രിൻസസിനെ പോലെ ഇങ്ങനെ സെന്ററിൽ ഇരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? നന്നായിരുന്നു. ഈ കാക്കമാരും ഈ നമ്മളെ കുട്ടി ടീംസൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തോ? നന്നായി പ്രാക്ടീസൊക്കെ ചെയ്ത് നെഹലക്കുട്ടി റെഡിയാണ്, നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. ഒരു മൊഞ്ചത്തിയാണു നീ കൺമണി, ഒരു രാജാത്തിയാണു നീ സുന്ദരി, ചേലുള്ള പീലി നീട്ടിയാടി വരും അഴകുള്ള മയിലാണു നീ, ചെഞ്ചുണ്ടാൽ പെയ്ത്ത മോളി പാറിപ്പറന്നു വരും പുള്ളിക്കുയിലാണു നീ. ബല്ലേ ബല്ലേ. ചേലുള്ള പീലി നീട്ടിയാടി വരും അഴകുള്ള മയിലാണു നീ, ചെഞ്ചുണ്ടാൽ പെയ്ത്ത മോളി പാറിപ്പറന്നു വരും
റുമാ, ഓ ആരെ കുറിച്ചാ ഈ പാട്ട് പാടിയേ? എന്നെ കുറിച്ചാണോ? അല്ല, പിന്നെ ആരെ കുറിച്ചാ? ജഡ്ജസിനെ കുറിച്ച്. അപ്പൊ എന്നെ കണ്ടാ മുഞ്ചത്തിയാ തോന്നില്ല? ഉണ്ട്. ഏത് ജഡ്ജസിനെ കുറിച്ചാ പാടിയത്? സജ്ലത്താനെ കുറിച്ചോ ഷബ്നത്താനെ കുറിച്ചോ? രണ്ടാളെ കുറിച്ച്. അപ്പൊ ഫിറോസ്ക്കോ? ഫിറോസ്ക കൺമണി അല്ലല്ലോ, കൺമണന്നല്ല. ആഹാ, കൺമണനും ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും കൺമണനോട് തന്നെ ചോദിക്കാം കമന്റ്സ്. ഫിറോസ്ക, ഒരു മൊഞ്ചത്തിയാണ് നീ കൺമണി, ഒരു രാജാത്തിയാണ് നീ സുന്ദരി. അപ്പോൾ ഒരു കൺമണിയും ഒരു സുന്ദരിയും അല്ലേ? അല്ലേ നേല? രണ്ടുപേർക്കും പരാതിയില്ല. പിന്നെ എന്നെന്താ വിളിച്ചത്? കൺമണൻ. എനിക്ക് വയ്യ. തീരാതിരിക്കട്ടെ കുട്ടിപ്പട്ടുറുമാൽ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ രസങ്ങളും നുറുങ്ങ് തമാശകളും ഒക്കെ മക്കളെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് എന്ത് എനർജി എന്നറിയോ. മോള് ഈ പാട്ടിൽ എന്തൊക്കെ, ഈ ഒരു ഖവാലി എന്ന നിലയിൽ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ആലാപനത്തിൽ എന്ത് കുഞ്ഞു കുറവുകൾ, ചെറിയ വെള്ളിയൊക്കെ അടിച്ചിരുന്നു തൊണ്ടയിൽ, ചെറിയ അല്ലേ മേലേക്ക് പാടുന്ന സ്ഥലത്ത്, പക്ഷേ എനിക്ക് ഭയങ്കര എനർജി കിട്ടി മോളെ. അതാണ് പാട്ടിന് ചെയ്യാനുള്ള ആദ്യത്തെ ധർമ്മം. മോള് പാടിയതിൽ നിന്ന് എനിക്ക് ഭയങ്കര, ഞാൻ കൈ കൊട്ടി ഭയങ്കര എന്തോ മനസ്സിന് ഒരു ബലം കിട്ടി കേട്ടോ. പാട്ട് ഖവാലി എന്ന നിലയിൽ മോൾക്കൊക്കെ പൊങ്ങാത്തൊരു തലമാണ് ഈ പാട്ടിന് അല്ലേ? മോൾക്കിനെ തോന്നിയില്ലേ പല ഭാഗങ്ങളും അല്ലേ? ഹമ്മിങ്ങൊക്കെ ഇങ്ങനെ പാടി എവിടുന്നൊക്കെയാ കൊണ്ടുവന്നത്, ഹാർമോണിയം ഇങ്ങനെ വായിച്ചു തരുന്നതിൻ്റെ പുറകെ പാടിയിട്ട് ആ ഭാഗമൊക്കെ ഇങ്ങനെ വരണ്ടേ, പടപടന്ന് വരണം. ആ രാഗത്തിൻ്റെ ഒരു ചൊവ്വയാണ് ആ പാടുന്നത് നമ്മൾ. എന്നാലും മോളുടെ മാക്സിമം, മോളുടെ തൊണ്ടയിൽ വരുന്ന നമ്മൾ ആദ്യമൊക്കെ പാടുമ്പോൾ എവിടെ നിന്നിരുന്നു അല്ലേ, ഇപ്പം എവിടെ എത്തി പാടിയിട്ട്, അതാലോചിക്കുന്നുണ്ടോ? ഉണ്ടോ അല്ലേ? ഇപ്പോൾ ഒരു ഖവാലിയാണ് പാടിയത്. ഖവാലി എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൽ മാത്രമല്ല, എല്ലാ പാട്ട് ശാഖകളിലും പാട്ടിൻ്റെ ഏറ്റവും വലിയ തലം കാണിക്കുന്ന ഒരു ഗാനശൈലിയാണ് ഖവാലി. താളങ്ങൾക്കൊത്ത് നമ്മൾ ഉയരണം, ഹമ്മിങ് പാടണം, കോറസ് പാടണം, അവസാനം ഗാനമേള പോലെ നിർത്തൂ എന്നൊക്കെ പറഞ്ഞു ഇവരോട്. അതെന്താ അങ്ങനെ കാണിച്ചത്? ഒരു സുന്ദരി ഒറ്റയ്ക്ക് പാടാണ്ടായിരുന്നു അല്ലേ? അത് വരണ്ട് പാടി. അല്ലെങ്കിൽ ഇവർ നിർത്തൂലല്ലേ, ഇവർ ആവേശക്കാരാണ്, ഭയങ്കര ആവേശക്കാരാണ്. ശ്രീലക്ഷ്മിയും റിഫിയും നിർത്തൂല അല്ലേ? അപ്പോൾ കൈകൊണ്ട് കാണിച്ചു അല്ലേ? നമ്മൾ നന്നായിട്ട് പാടി കേട്ടോ. കുഞ്ഞു കുഞ്ഞു കുറവുകൾ, അത് ഇതിൻ്റെ ഹമ്മിങ്ങിൽ പിന്നെ കുഞ്ഞു ചെറിയ കീ എന്നൊക്കെ പറഞ്ഞ ചെറിയ ശബ്ദം, അത് നെഹലയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ആ വെള്ളി എന്ന് പറയുന്നത്. ചില പാട്ടുകളിൽ എനിക്ക് നല്ലൊരു എനർജി കിട്ടി മോളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നത്ത. ഫാത്തിമ, നീ ഒരു സംഭവം കേട്ടോ. ഷോ വയ്യ മോളെ ചിരിച്ചിട്ട്. ചിരിക്കുന്ന എങ്ങനെയാന്ന് തന്നെ മറന്നുപോയി. എന്നുവെച്ചാൽ അത്രത്തോളം ഫിറോസിക്ക പറഞ്ഞ ആ ഒരു എനർജി ഉണ്ടല്ലോ, സത്യമാണ്. ആ ഒരു എനർജി ഫ്ലോറ് മൊത്തം ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മളൊക്കെ ഈ ഒരു ലെവൽ അപ്പായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു ഏജിൽ ആ ഒരു എനർജി പാടി, അതൊരു ഖവാലി പാടിയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ്. നന്നായിട്ട് തന്നെ പാടി. പിന്നെ മോളുടെ അറിയാലോ, ഇത്രയും വലിയൊരു ഖവാലി എടുത്തിട്ട് ഒരു കുഞ്ഞു മോള് വന്നിരുന്ന് പാടുമ്പോൾ ഒരു കുട്ടി ഖവാലി എത്രത്തോളം മാക്സിമം അതിൻ്റെ ഭംഗിയാക്കാമോ അതുപോലെ തന്നെ മോള് പാടിയിട്ടുണ്ട്. പിന്നെ മോളുടെ സ്പെഷ്യൽ വെള്ളികൾ അത് ടോപ്പ് പൊസിഷൻസിൽ പോകുമ്പോഴാണ്. അതെനിക്ക് തോന്നുന്നു മോള് ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റ് ആ പാട്ടിൽ ലയിച്ചിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ടോപ്പ് പൊസിഷൻസ് പാടുമ്പോഴാണ് ആ വെള്ളി ഇങ്ങനെ വരുന്നത്. കുഴപ്പമില്ല. കോറസ് തെറ്റിച്ചു കേട്ടോ. കോറസ് കുറച്ച് ക്ലാഷ് ഉണ്ടായിരുന്നു, അറിയാലോ, മനസ്സിലായല്ലോ നിങ്ങൾക്ക് തന്നെ. പിന്നെ ബാക്കി എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിച്ചു പൊളിച്ചു. നന്നായി മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. സജ്ലത്ത. ഫാത്തിമ കുട്ടി, കുട്ടിത്തത്തമ്മ എന്ന കാസറ്റിൽ ഇസ്മായിൽ കാരത്തോരുടെ സംഗീതം, നമ്മളുടെ ഷെരീഫ്ക പാടിയ പാട്ടാണ് മോൾ ഇവിടെ പാടിയത്. മോളുടെ കറക്റ്റ് സോങ് സെലക്ഷനാണ് കേട്ടോ. ഒരു കവാലി സോങ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇവിടെ വന്ന് പാടുക എന്ന് വെച്ചാൽ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത്രക്കും ചെറിയ മോളാണ്. മോള് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇവിടെ വന്ന് കുട്ടിപ്പട്ടുറുമാലിൽ ഫസ്റ്റ് സോങ് പാടിയ ഒരു നെഹല അല്ല ഇപ്പോൾ ഇവിടെ ഖവാലി സോങ് പാടിയത്. അത്രക്കും മാറ്റം വന്നിട്ടുണ്ട് ഓരോ കുട്ടികളിലും. അത് നെഹല എന്തുകൊണ്ടാണ് ഈ സെമി ഫൈനൽ വരെ എത്തിയതെന്ന് ചോദിച്ചാൽ എന്തായാലും നെഹലയുടെ ഒരു
വലിയൊരു കഴിവ് തന്നെയാണ് മോളെ. മോൾക്ക് ഭയങ്കരം എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല ഇവിടെ കുട്ടികളിൽ ഈ വാക്കുകൾക്കൊക്കെ ഇത്രക്കും എക്സ്പ്രഷൻ കൊടുക്കുന്ന ഒരു വേറൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ല എന്നേ പറയുള്ളൂ. കാരണം നെഹല ഓരോ വാക്കുകൾക്കും അത് ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഒരു എക്സ്പ്രഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ് നെഹല. അതുകൊണ്ട് തന്നെയാണ് നെഹലക്കുട്ടി ഇവിടെ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. നന്നായി പാടി മോള്. മോൾക്ക് ഇതുവരെ ഇവിടെ പാടിയ കണ്ടസ്റ്റൻസിൽ നല്ല ടഫ് കവാലി സോങ്ങാണ് എല്ലാ കുട്ടികളും കൊണ്ടുവന്നത്. പക്ഷേ മോളുടെ സോങ് നോക്കുകയാണെങ്കിൽ മോൾക്ക് പറ്റിയ സോങ് മോൾ സെലക്ട് ചെയ്തു. അത്ര ടഫാണോ എന്ന് ചോദിച്ചാൽ അല്ല, മോൾക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതുതന്നെയാണ് ഒരു പ്ലസ് പോയിന്റ്. അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എടുത്താൽ പൊന്താത്ത പാട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് അത് പാടാൻ പറ്റിയില്ലെങ്കിൽ അത്രക്കും വലിയൊരു മൈനസ് ഇല്ല അല്ലേ മോളെ. അതൊരു കറക്റ്റ് സോങ് സെലക്ഷൻ ആയിരുന്നു. മോള് ഒരു കവാലി സോങ്ങിന് എത്രത്തോളം പഞ്ച് വേണോ അത്രത്തോളം പഞ്ച് മോള് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഫൈനലിൽ എത്താൻ സാധിക്കും. താങ്ക് യു സജ്ലത. ഫാത്തിമ മാർക്സ് ചോദിക്കാം. ഷബ്നത്ത 28. 28 on 30. ഫിറോസ്ക നെഹലയ്ക്ക് 38. 38 on 40. സജ്ലത 28 again on 30. ഫാത്തിമ കുട്ടീൻ്റെ ഖവാലി റൗണ്ടിൽ 94 on 100 ആണ് ടോട്ടൽ മാർക്സ്. നല്ല മാർക്സ് ആണ്, നല്ല കമൻസും കിട്ടി. ഇനി ഒന്നും കൂടെ വേണോ? സമ്മാനം വേണം. പ്രിൻസ് പട്ടുപാവട എറണാകുളം നൽകുന്നൊരു സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടിപ്പട്ടുറുമാലിന്റെ സംഗീത സദസ്സിൽ വിസ്മയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കൂടുതൽ വിസ്മയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഫ്രം ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ.